ഇന്ത്യയുടെ ആദ്യത്തെ റേഡിയേഷൻ വിരുദ്ധ മിസൈൽ 2022 സർവീസിലേക്ക് പ്രവേശിക്കാൻ തയ്യാറാകുമെന്നും ശത്രു റഡാറുകളും നിരീക്ഷണ സംവിധാനങ്ങളും തട്ടിമാറ്റാനുള്ള ഇന്ത്യൻ വ്യോമസേനയുടെ കഴിവ് വർദ്ധിപ്പിക്കുമെന്നും ഉന്നത ഉദ്യോഗസ്ഥർ അറിയിച്ചിരിക്കുകയാണ്. രുദ്രം വരുന്നതോടെ ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്ത് ഇരട്ടിയാകും. വ്യോമസേനയ്ക്കായി പ്രതിരോധ ഗവേഷണ വികസന സംഘടനയാണ് രുദ്രം മിസൈൽ വികസിപ്പിച്ചത്. ഒക്ടോബർ 9 ഒഡീഷയിലെ വീലർ ദ്വീപിൽ മിസൈൽ വിജയകരമായി പരീക്ഷിച്ചിരുന്നു. സുഖോയ് 30 വിമാനത്തിൽ നിന്നാണ് എയർ ടു സർഫസ് മിസൈൽ പരീക്ഷിച്ചിരുന്നത്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ ആന്റി റേഡിയേഷൻ മിസൈലായ രുദ്രം 1 വിജയകരമായി പരീക്ഷിക്കാൻ കഴിഞ്ഞത് പ്രതിരോധ രംഗത്തെ ഒരു നാഴികക്കല്ലായാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. 2022 മിസൈലിനെ വ്യോമസേനയുടെ ഭാഗമാക്കാനാണ് പദ്ധതി. മിസൈലിന്റെ ഹോമിംഗ് ഹെഡിന് ഉന്നത ആവൃത്തിയിലുള്ള ടാർഗറ്റുകളെ കണ്ടെത്താനും തരംതിരിക്കാനും തകർക്കാനും സാധിക്കും. ശത്രുക്കളുടെ എയർ ഡിഫൻസ് സിസ്റ്റത്തെ വലിയ ഉയരങ്ങളിൽ നിന്നും തകർക്കാൻ പാകത്തിലാണ് രുദ്രം 1 പ്രോഗ്രാം ചെയ്തിരിക്കുന്നത്. ഇതോടെ ശത്രു റഡാറുകൾ, ആശയവിനിമയ സംവിധാനങ്ങൾ, മറ്റ് RF എമിറ്റിംഗ് ടാർഗറ്റുകൾ നിർവീര്യമാക്കുന്നതിന് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് നിഷ്പ്രയാസം സാധിക്കും. വർഷാവസാനത്തോടെ ഒരു സുഖോയ് 30 ജെറ്റിൽ നിന്നും രുദ്രം വീണ്ടും പരീക്ഷിക്കുമ്പോൾ ഇന്ത്യ 10 കിലോമീറ്റർ അധികം ദൂരത്തിൽ നിന്ന് ശത്രു ടാങ്കുകളെ നശിപ്പിക്കാൻ പ്രാപ്തിയുള്ളൊരു പുതിയ വിക്ഷേപണ മിസൈലും പരീക്ഷിക്കുന്നുണ്ട്. ഒക്ടോബർ 22 ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്ത പോലെ 2 മാസത്തിനുള്ളിൽ ആയുധത്തിന്റെ നിർണായക പരിശോധന നടക്കും.